പിറ്റേ ദിവസം എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ തയ്യാറായി. അമ്മു ഇളം മഞ്ഞ നിറത്തിൽ വെള്ള പുള്ളികളുള്ള സാരിയായിരുന്നു എടുത്തത്. അതിൽ അവളെ കാണാൻ ഒരു കുഞ്ഞു മാലാഖയെപ്പോലെ ഉണ്ടെന്ന് അപ്പുവിന് തോന്നി. ഉണ്ണി റെഡിയായി കണ്ണാടിയുടെ മുന്നിൽ നിന്നു. ഇന്നലെ കരഞ്ഞതുകൊണ്ട് അവൻ്റെ കൺതടങ്ങൾ വീങ്ങിയിരുന്നു, ചുണ്ടുകൾ ചുവന്നിരുന്നു. അവൻ്റെ ഹൃദയത്തിലെ മുറിവുണങ്ങാനുള്ള മരുന്ന് അവളെ മറക്കലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അവൻ അതിനുള്ള പരിശ്രമത്തിലാണ്. അവൻ താടിയിൽ ഒന്ന് തലോടിക്കൊണ്ട് അവനെ ഒന്ന് വീക്ഷിച്ചു. താടിയും മീശയും ഒന്ന് ഒതുക്കി വെട്ടി അവൻ സുന്ദരനായി മാറി എന്നവൻ സ്വയം പറഞ്ഞു. ശേഷം പഴയതുപോലെ കളിയും ചിരിയും നിറഞ്ഞ പഴയ ഉണ്ണിയായി മാറാൻ അവൻ സ്വയം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. സുമയും ബാലനും അപ്പവും അമ്മുവും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ അമ്മക്കിളിയെ കാണാൻ ഇന്ന് ഐശ്വര്യ റായിയെ പോലെയുണ്ട്. അതും പറഞ്ഞ് ഉണ്ണി അവരുടെ രണ്ട് കവിളിലും പിടിച്ചൊന്ന് പിച്ചി. ആഹാ, നീ നേരത്തെ ഒരുങ്ങിയോ? അതും പറഞ്ഞ് സുമ അവൻ്റെ കവിളിലും ഒന്ന് പിച്ചി. ഞാനേ എപ്പോഴോ റെഡിയായി. അല്ല, അമ്മയുടെ മകനും മരുമകളും റെഡിയായില്ലേ? അവൻ അതും ചോദിച്ച് അകത്തേക്ക് നടന്നതും അവളുടെ റൂമിൽ അപ്പു നിൽക്കുന്നതും അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നതും അവളെ അവനിലേക്ക് ചേർത്തുന്നതും ഉണ്ണി അവിടെ നിന്ന് കണ്ടു. ആ കാഴ്ച കണ്ടതും അവൻ്റെ നെഞ്ഞൊന്ന് പിടഞ്ഞു. ഇല്ല ഉണ്ണി, നിന്റെ പെണ്ണ് അവളല്ല. നിനക്ക് അവളെ വിധിച്ചിട്ടില്ല എന്നവൻ്റെ ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിച്ചു. അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ മനസ്സിനെ പിൻവാങ്ങിപ്പിച്ചു. എനിക്ക് അങ്ങോട്ട് പ്രവേശനമുണ്ടോ? അവൻ മെല്ലെ അവരെ നോക്കാതെ ചോദിച്ചു. പെട്ടെന്ന് രണ്ടുപേരും അകന്നു നിന്നു. അത് ഉണ്ണി പരിങ്ങിയ ഭാവത്തിൽ അവൻ പറഞ്ഞു. പരിങ്ങുകയൊന്നും വേണ്ട, ഞാനൊന്നും കണ്ടിട്ടില്ലേ. ദേ അമ്മയും അച്ഛനും ഒക്കെ കാത്തു നിൽക്കുക. നിങ്ങൾ വരുന്നില്ലേ? അതോ ഇവിടെ തന്നെ അങ്ങ് കൂടുകയാണോ? അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞു. ഏട്ടാ, ഉണ്ണിയുടെ സ്വഭാവം ശ്രദ്ധിച്ചോ? പഴയതുപോലെയെല്ലാം അവൻ കളിയും ചിരിയും തുടങ്ങിയിട്ടുണ്ട്. എനിക്കത് കണ്ടാൽ മതി ഇനി എന്നും. അതും പറഞ്ഞ് സുമ കണ്ണീരൊപ്പി. എടോ, എല്ലാം ശരിയായി കണ്ടില്ലേ, ഇനി താനെന്തിനാ കരയുന്നത്? ബാലൻ ചോദിച്ചു. ഇതെൻ്റെ സന്തോഷക്കണ്ണീരാണ് ഏട്ടാ. അതും പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ കാറിൽ കയറി. ഉണ്ണിയായിരുന്നു കാർ ഓടിച്ചത്. അങ്ങനെ അവർ കസവ് സിറ്റിയിലെത്തി. നല്ല ഭീമൻ പാറ പോലെ തലയിടുപ്പോടെ ആ കെട്ടിടം ഉയർന്നു നിൽപ്പുണ്ട്. എല്ലാവരെയും അവിടെയുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് അകത്തേക്ക് ക്ഷണിച്ചു. ശേഷം അയാൾ സാരിയുടെ സെക്ഷനിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. അതിമനോഹരമായ ഒരുപാട് കളക്ഷനുകൾ അവിടെ അവർക്ക് നിരത്തി കാണിച്ചു കൊടുത്തിരുന്നു. ഓരോന്നായി അമ്മുവും സുമയും നോക്കി. ഇളം നീല നിറത്തിൽ സ്വർണ്ണക്കസവുള്ള സാരി അവർക്ക് മുന്നിലേക്ക് വെച്ചതും അപ്പു പറഞ്ഞു. എടോ, ഇത് തനിക്ക് ചേരും, ഇതു മതി. പക്ഷേ അവളുടെ കണ്ണ് ചുവന്ന സാരിയിലായിരുന്നു. അല്ലെങ്കിലും അവളുടെ ഫേവറേറ്റ് കളർ റെഡാണ്. അത് ഉണ്ണിക്കറിയാം. ഒരിക്കൽ കോളേജിൽ അവൾ നിലയുമായി സംസാരിച്ചപ്പോൾ അവളുടെ ഇഷ്ടനിറം ചുവപ്പാണെന്ന് അവൾ പറയുന്നത് അവൻ കേട്ടിട്ടുണ്ട്. ഉണ്ണിക്കും ചുവപ്പിനോട് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ അവൻ അത് അവിടെ പറയാൻ പോയില്ല. പക്ഷേ അവളുടെ ഇഷ്ടം അതായിട്ടും അവളെ മനസ്സിലാക്കാൻ അപ്പുവിനായില്ലല്ലോ എന്നോർത്തപ്പോൾ അവൻ്റെ നെഞ്ഞൊന്ന് വിങ്ങി. അവസാനം അവളുടെ ഇഷ്ടമായ റെഡ് കളർ തന്നെ എടുത്തപ്പോഴാണ് ഉണ്ണിയുടെ മുഖം വിടർന്നത്. ശേഷം അവൾക്ക് താലികെട്ടിൻ്റെ സമയത്ത് ഉടുക്കാൻ സെറ്റും മുണ്ടും റിസപ്ഷന് ലെഹങ്കയും എടുത്തു. ശേഷം സുമയ്ക്ക് പച്ച കളർ പട്ടുസാരിയും എടുത്ത്. പിന്നീട് അവർ പോയത് ജെൻസിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. അവിടെ ചെന്ന് ബാലന് 3 മുണ്ടും 3 ഷർട്ടും എടുത്തു. ഉണ്ണിക്ക് തുണിയും ഷർട്ടും പാൻറ്റും ഷർട്ടും എല്ലാം എടുത്തു. അപ്പുവിന് കസവ് മുണ്ടും വെള്ള ഷർട്ടും റിസപ്ഷൻ ഇടാൻ കോട്ടും സ്യൂട്ടും എല്ലാം എടുത്ത് അവർ ഇറങ്ങി. ബില്ലെല്ലാം അടച്ചവർ നേരെ ചെന്നത് ജ്വല്ലറിയിലേക്കായിരുന്നു. അവിടെ ചെന്ന് 50 പവൻ സ്വർണം അവൾക്കായി അവർ വാങ്ങി. നെക്ലേസ് അമ്മുവിൻ്റെ കഴുത്തിൽ സുമ വെച്ചു കൊടുത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അയ്യേ, എന്താ ഇത്? എൻ്റെ കുട്ടി കരയേ, അത് പാടില്ല എന്നും പറഞ്ഞ് ബാലൻ അവളുടെ കണ്ണുനീർ തുടച്ചു മാറ്റി. കരച്ചിലടക്കാനാവാതെ അവൾ ഏങ്ങി ഏങ്ങി കരഞ്ഞു. എൻ്റെ അച്ഛൻ, അമ്മ, അവർ ഈ മുഹൂർത്തമെല്ലാം കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. പക്ഷേ എന്നും പറഞ്ഞ് അവൾ വാപൊത്തി കരഞ്ഞു. കരയില്ല മോളെ എന്നും പറഞ്ഞ് സുമ അവളെ മാറോടടക്കി. എന്താടോ ഇത്? ഞങ്ങളെല്ലാവരും ഇല്ലേ തനിക്ക് എന്നും പറഞ്ഞ് അപ്പു അവളെ ആശ്വസിപ്പിച്ചു. ഉണ്ണി മൗനമായി ഇരുന്നു. ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരം ഉച്ചയോടടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. എല്ലാവരും ആഹാരം കഴിക്കാനായി 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി. ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസുമായിരുന്നു ഓർഡർ കൊടുത്തത്. ഭക്ഷണമെല്ലാം കഴിച്ചവർ വീട്ടിലേക്ക് മടങ്ങി. ഉണ്ണിയെ പഴയതുപോലെ തിരിച്ചു കിട്ടിയതിൽ എല്ലാവർക്കും സന്തോഷമുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ
എത്തിയപ്പോൾ നേരം രാത്രിയായിരുന്നു. രാത്രിക്കുള്ള ഫുഡും അവർ പുറമേ നിന്നാണ് കഴിച്ചത്. എല്ലാവരും ഫ്രഷായി ചെന്ന് കിടന്നു. ഇനി ആകെ 2 ദിവസം കൂടെ കല്യാണത്തിനുള്ളൂ. അതിൻ്റെ ടെൻഷനെല്ലാം അമ്മുവിൻ്റെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. ബാലസുമാ മന്ദിരം അവരുടെ കല്യാണത്തിനായി ഒരുങ്ങി. ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയ വീട് ഉണ്ണി ഇമവെട്ടാതെ കുറച്ചു നേരം നോക്കി നിന്നു. അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു വെമ്പലുണ്ടെങ്കിലും അവൻ അതിനെയെല്ലാം മറികടക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇനിയിപ്പോൾ ഉണ്ണിയുടെ കല്യാണവും വെച്ച് നീട്ടണ്ട, സുമ പറഞ്ഞു. അതെ അതെ, അവനും കൂടെ ഒരു പെണ്ണിനെ കിട്ടണം. ഇത് കഴിഞ്ഞാൽ ഉടൻ അതങ്ങ് നടത്തണം. വീട്ടിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള ചർച്ചയാണിത്. എന്താടാ ഉണ്ണി നിൻ്റെ അഭിപ്രായം? അത് ചോദിച്ചത് അപ്പു ആയിരുന്നു. ഏയ്, ഇപ്പോൾ ഒന്നും എനിക്ക് വിവാഹം വേണ്ട, കുറച്ച് കഴിയട്ടെ. അതും പറഞ്ഞ് അവനൊന്ന് പുഞ്ചിരിച്ചു. ആദ്യം നമുക്ക് ഈ വിവാഹം വലിയ ഉത്സാഹമായി തന്നെ നടത്താം, ഉണ്ണി കൂട്ടിച്ചേർത്തു. അവൻ്റെ ഹൃദയത്തിൽ മുറിവ് പൊടിയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കാര്യമാക്കാതെ നിന്നു. കല്യാണ ദിവസത്തിൻ്റെ തലേ ദിവസം ഉണ്ണി ഒരുപാട് കരഞ്ഞു. ആ കരച്ചിലിന് പ്രസക്തിയില്ല എന്നറിഞ്ഞിട്ടും അവൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. ആ സമയവും അവൻ്റെ പ്രണയം അവളോട് പറയാൻ അവൻ്റെ ഹൃദയം വെമ്പുന്നുണ്ടെങ്കിലും പറയാനുള്ള മനോധൈര്യം അവനില്ലായിരുന്നു. അവളുടെ മുഖം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഉണ്ണി പകച്ചു നിൽക്കുകയാണ്. അവൻ്റെ പ്രണയം മണ്ണടിയാൻ പോകുന്നു എന്ന സത്യം എന്നോ അവൻ തിരിച്ചറിഞ്ഞതാണെങ്കിലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ എന്നും ആ സ്ഥാനത്ത് തന്നെയാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. പക്ഷേ ഇനി അവളെ ഒരിക്കലും സ്വന്തമാക്കാൻ തനിക്കാവില്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഈശ്വരൻ തനിക്ക് തന്ന ശിക്ഷകളിൽ ഏറ്റവും വലിയ ശിക്ഷയാണ് അവളെ തനിക്ക് സ്വന്തമാക്കാൻ കഴിയില്ലെങ്കിലും തൻ്റെ ചേട്ടൻ അവളെ സ്വന്തമാക്കി സ്വന്തം ഭാര്യയാക്കി കൺമുന്നിലൂടെ ജീവിക്കുന്നത് കാണുന്നത്. അതോർത്തപ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ പൊടിഞ്ഞു. നേരമേറെ വൈകി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ ഉറക്കത്തിലും അവൾ തന്നെയായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ കല്യാണ ദിവസം വന്നെത്തി. രാവിലെ ഗുരുവായൂരിൽ വെച്ചാണ് കല്യാണം. അതിനു വേണ്ടി എല്ലാവരും തയ്യാറായി. അമ്മുവും അപ്പവും വളരെ സന്തോഷത്തിലാണുള്ളത്. സെറ്റുമുണ്ടിൽ അവൾക്കൊരു പുതുമയുണ്ടായി. അവളും അവനും ഒരുപാട് ആഗ്രഹിച്ച മുഹൂർത്തമാണെന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം അവർക്കുള്ളിലുണ്ട്. സെറ്റുമുണ്ടെടുത്ത് അവൾ ബാലസുമാ മന്ദിരത്തിൻ്റെ പടിവാതിൽക്കലെത്തി. അവൾ ആ വേള സുന്ദരിയായിരുന്നു. കസവും മുണ്ടും വെള്ള ഷർട്ടും ധരിച്ച് അപ്പവും എത്തി. അവർ രണ്ടുപേരും അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി. ബാലൻ്റെയും സുമയുടെയും കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. അമ്മുവും അപ്പവും സന്തോഷത്തോടെ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉണ്ണി അതെല്ലാം കണ്ട് അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. അവൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു. അവളെ നഷ്ടമാവുന്നതിലും ഏട്ടന് നല്ലൊരു ജീവിതം കിട്ടുന്നതിലും. എല്ലാവരും കാറിൽ കയറിയിരുന്നു. കാർ ഡ്രൈവർ ജീവനായിരുന്നു ഓടിച്ചത്. ഗുരുവായൂർ അമ്പലനട ലക്ഷ്യമിട്ട് അവരുടെ കാർ കുതിച്ചു. അങ്ങനെ അല്പനേരത്തിന് ശേഷം അവർ ഗുരുവായൂരിലെത്തി. അവളുടെ കഴുത്തിൽ അവൻ്റെ താലി ചാർത്താൻ വേണ്ടി അവൻ്റെ കരങ്ങൾ വെമ്പൽ കൊണ്ടു. അങ്ങനെ സുമയും ബാലനും ഉണ്ണിയും സാക്ഷി നിൽക്കെ അപ്പു അമ്മുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തി. അമ്മുവും അപ്പവും സന്തോഷം കൊണ്ട് പരസ്പരം കെട്ടിപ്പുണർന്നു. അവരുടെ മിഴികളിൽ നനവ് പടർന്നു. ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശേഷം ആരും കാണാതെ മാറി നിന്ന് അവൻ പൊട്ടിക്കരഞ്ഞു. അവൻ്റെ പരിശുദ്ധമായ താലിയിൽ അമ്മു ഒന്ന് നോക്കി. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ആ നിമിഷം അവൾ അവളുടെ അച്ഛനെയും അമ്മയെയും ഓർത്തു. കരയല്ല മോളെ, ഇനി നീ ഞങ്ങളുടെ സ്വന്തം മകളാണ് എന്നും പറഞ്ഞ് സുമ അവളെ ചേർത്ത് നിർത്തി. താലികെട്ട് കഴിഞ്ഞ് എല്ലാവരും കാറിൽ കയറാനായി നടന്നു. അപ്പു അമ്മുവിൻ്റെ കൈകൾ അവനോട് ചേർത്ത് നിർത്തിയിരുന്നു. എല്ലാവരും കാറിൽ കയറാൻ നടന്നു. പെട്ടെന്നാണ് അപ്പു ആ കാഴ്ച കണ്ടത്. ഒരു ചെറിയ കുട്ടി റോഡിലൂടെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് നടക്കുന്നത്. അവൻ ഓടിച്ചെന്ന് ആ കുട്ടിയെ രക്ഷിച്ചു മാറ്റി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവൻ്റെ ദേഹത്ത് ഓടി വന്ന ടിപ്പർ വന്ന് കുത്തി.